ആരോഗ്യത്തോടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം. ചിലർക്കത് രോഗങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കണം. അതിൽ തന്നെ ഒരു രോഗത്തെ മാറ്റിയാൽ മതിയോ, 2 രോഗത്തെ മാറ്റണ്ടേ, 3 രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്, 4ഉം 5ഉം രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഷുഗറിൻ്റെ ഒരു മരുന്നുണ്ട്, പ്രഷറിൻ്റെ മരുന്നുണ്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുണ്ട്, വയറ്റിൽ നിന്ന് പോകാനുള്ള മരുന്നുണ്ട്, പിന്നെ ഹാർട്ടിൻ്റെ ഒരു മരുന്ന് എടുക്കുന്നുണ്ട്, കിഡ്നിയുടെ ക്രിയാറ്റിൻ ഇത്തിരി കൂടുതലാണ്, അതിൻ്റെ മരുന്ന് എടുക്കുന്നുണ്ട്. ഇങ്ങനെ 5ഉം 10ഉം രോഗത്തിൻ്റെ പേരിൽ മരുന്നുകൾ 10-20 മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ പലർക്കും ഒരു തോന്നലുള്ളത്, ഇത്രയും രോഗങ്ങളായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല, എൻ്റെ ജീവിതം ഈ മരുന്നും കഴിച്ച് ഗതികേടിലാണ്, ക്രിയാറ്റിൻ കൂടുന്നുണ്ട്, പേടിയിലാണ്, എപ്പോഴാണ് ഡോക്ടർ ഡയാലിസിസ് ചെയ്യണമെന്ന് പറയുക അല്ലെങ്കിൽ കിഡ്നി മാറ്റണമെന്ന് പറയുക, ഇങ്ങനൊരു പേടിയിലാണ് നല്ലൊരു ശതമാനം ആളുകൾ. അപ്പോൾ പലർക്കും രോഗമില്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. രോഗം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ചെറുപ്പത്തിലൊരു അഹങ്കാരമുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും വരില്ല. പക്ഷേ പ്രമേഹം തുടങ്ങിയെന്നറിയുന്നതോടെ ഒരു യുവത്വത്തിന്, ഒരു യുവാവിന് ഒരാൾക്കുണ്ടാകുന്ന തകർച്ചയെന്ന് പറയുന്നത്, മാനസികമായിട്ടുള്ള തകർച്ച എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ BP കൂടി, അപ്പോൾ അതിൻ്റെ മരുന്ന് കൂടി എടുക്കേണ്ടി വന്നു. ഗതികേടായിട്ടാണ് മനുഷ്യനെ കാണുന്നത്. പലരുടെ വിചാരം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, തന്നെ വന്നു ചേരുന്നതാണ്, എൻ്റെ കാലക്കേട് കൊണ്ട് വന്നു ചേരുന്നതാണ്, ഗതികേട് കൊണ്ട് വന്നു ചേരുന്നതാണ്. BP-യുടെ കൂടെ മരുന്നെടുത്തു, അപ്പോഴേക്കും കോൺഫിഡൻസ്, ജീവിതത്തോടുള്ള ആ ഒരു ഗ്രിപ്പ് ഒന്നുകൂടെ കുറഞ്ഞു. ആ മരുന്ന് കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൃദയത്തിന് നെഞ്ചിനൊരു വേദന വന്നു. നോക്കിയപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതോടെ തീർന്നു. പിന്നെ സ്റ്റെൻറ്റ് കയറ്റി, പിന്നെ ദിവസവും മരുന്നെണ്ണി ജീവിക്കരുത് തന്നെ എന്നുള്ളതായി ഉറപ്പായി. നീ രക്ഷപ്പെടുകയല്ല. ആ മരുന്നെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിയാറ്റിൻ കൂടി. ക്രിയാറ്റിൻ കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം, വൃക്കയുടെ തകരാറ് അല്ലെങ്കിൽ ഫാറ്റി ലിവറായി, അതിൻ്റെ മരുന്നായി. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നിന്ന് വന്ന ഒരാളുമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ശരി, കൃത്യമായി കട്ടപ്പനയല്ല, ഇടുക്കിയിൽ കുമളിക്കടുത്താണ്, കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിത് ചോദിച്ചു, ഇങ്ങനെ രോഗിയായി മരുന്നെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് ചോദിച്ചപ്പോഴാണ്, സാറേ ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം പോയി, കൂട്ടുകാരുമായിട്ടുള്ള എല്ലാത്തിലും ഒരു മരവിപ്പ്, മുരടിപ്പ് വന്നു, പെട്ടെന്ന് ദേഷ്യം വരിക, നിസ്സാര കാര്യത്തിന് വഴക്കിടുക, പൊട്ടിത്തെറിക്കുക, ആകെക്കൂടെ ആളുടെ വ്യക്തിത്വം തന്നെ മാറിപ്പോയി, പേഴ്സണാലിറ്റി മാറിപ്പോയി. അതുവരെ ജീവിതത്തിൽ ഒരു ഭയങ്കര വെട്ടിപ്പിടിക്കണം, അവിടെ എത്തണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആവേശപൂർവ്വം വന്ന ആളുടെ ജീവിതത്തിലുള്ള ഗ്രിപ്പൊന്ന് പോവുകയാണ് ചെയ്തത്. ഞാൻ പലയിടത്തും ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്, സ്കൂളുകളിൽ പോകാറുണ്ട്, കോളേജുകളിൽ പോകാറുണ്ട്, അല്ലാത്ത സംഘടനകൾക്ക് ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ കഴിയുന്നതും ക്ലാസ്. പ്രകൃതിപാതയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ. സൈമൺ ബ്രിട്ടോയെ നിങ്ങൾ എല്ലാവരും അറിയും. സൈമൺ ബ്രിട്ടോ തുടങ്ങി ലക്ഷ്മിക്കുട്ടി വരെയുള്ള പ്രകൃതി ജീവനത്തിന്റെ ഉപാസകരെ ഇന്റർവ്യൂ ചെയ്ത് എറണാകുളത്തെ പത്രലേഖകരിൽ പ്രധാനിയായ സോമു ജേക്കബ് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ കൃത്യമായി പ്രകൃതി ജീവനത്തെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് പ്രകൃതി ജീവനം പാലിക്കാൻ ആത്മവിശ്വാസം നൽകാൻ ഈ പുസ്തകം സഹായിക്കും. 130 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. 9496044503 ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്ട്സ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ്. ഞാൻ പലയിടത്തും ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്, സ്കൂളുകളിൽ പോകാറുണ്ട്, കോളേജുകളിൽ പോകാറുണ്ട്, അല്ലാത്ത സംഘടനകൾക്ക് ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ കഴിയുന്നതും ക്ലാസ്സുകൾക്ക് വിളിച്ചാൽ ഞാൻ മുടക്കാറില്ല. കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോഴാണ് എനിക്ക് ആ ഉത്തരം കൂടുതൽ കിട്ടുന്നത്. സാറേ, ആകെ ഒരു ജീവിതമുള്ളൂ, അത് അടിച്ചു പൊടിച്ച് ജീവിക്കണം. ഈ ഉത്തരം എന്നോട് പറഞ്ഞിട്ടുള്ള പലരും
10 കൊല്ലം കഴിഞ്ഞു, 20 കൊല്ലം കഴിഞ്ഞു, 25 കൊല്ലം കഴിഞ്ഞു, പേഷ്യൻ്റായി, അവശതയായി. സാറേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ രോഗം മാറ്റിത്തരണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ നിരവധിയായ അനുഭവങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജീവിതമുള്ളൂ, അത് അടിച്ചു പൊളിക്കുകയാണ് വേണ്ടതെന്നൊക്കെ കരുതി എനിക്ക് രോഗമൊന്നും വരില്ല, ഞാൻ ആരോഗ്യത്തോടെ ഇങ്ങനെ ജീവിക്കും, ഈ തോന്നലാണ് നമുക്കെല്ലാവർക്കും ഒരു വിധത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ളത്. നമ്മുടെ ഒരു ബന്ധു പെട്ടെന്ന് രാവിലെ അല്ലെങ്കിൽ പാതിരായ്ക്ക് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ബന്ധു പെട്ടെന്ന് മരിച്ചു, അറ്റാക്കൊന്ന് മരിച്ചു എന്ന് വാർത്ത കേൾക്കുക. ഒരുവിധം നേരം വെളുപ്പിച്ചിട്ട് നമ്മൾ വീട്ടുകാരെല്ലാം കൂടെ റെഡിയായി അങ്ങോട്ട് കാർ വിളിച്ച് പോകുന്നു. അവിടെ ചെന്ന് എല്ലാവരും ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്ത് ശ്മശാനത്തിലേക്ക് യാത്രയായി. തിരിച്ചു വരുമ്പോഴും ഏത് നിമിഷവും എനിക്കും ഇത് സംഭവിക്കാമെന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടോ? ഏത് നിമിഷവും എനിക്കും ഇതുപോലെ ഒരു അന്ത്യം ഉണ്ടാകാം എന്ന് കരുതി ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം, നാളേക്ക് വെക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത ആരുടെയെങ്കിലും ഉള്ളിൽ വരാറുണ്ടോ? അയാൾ മരിച്ചു പോയി, ഞാൻ പക്ഷെ മരിക്കൊന്നുമില്ല, ഞാൻ ചിരഞ്ജീവിയായി ഇങ്ങനെ ജീവിച്ചോളൂ എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ധാരണ തന്നെയാണ് നല്ലൊരു ശതമാനം ചെറുപ്പക്കാർക്കും രോഗങ്ങളെ കുറിച്ചുള്ളത്. ഞാൻ എന്തും തിന്നും കുടിക്കും, എനിക്ക് രോഗമൊന്നും വരില്ല, പിന്നെ ഞാൻ മദ്യപിക്കും, പക്ഷേ എപ്പോഴെങ്കിലും എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അന്നേരം കൊണ്ട് നിർത്തിയാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെയുള്ളൊരു തോന്നലാണ് പലരെയും മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ ഒരിക്കൽ ആരോഗ്യം തകർന്നു കഴിഞ്ഞാൽ പിന്നീട് പാളത്തിൽ കയറാൻ ഒത്തിരി പ്രയാസമുണ്ട്. ജീവിതത്തിൽ അസാധാരണമായ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ ഒരു രോഗാവസ്ഥയിലേക്ക് വീണുപോയ ശരീരത്തെ രോഗാവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ മരുന്നുണ്ടല്ലോ, ആശുപത്രി ഉണ്ടല്ലോ. ആളുകൾക്ക് ആശുപത്രിയെ കുറിച്ചുള്ള വിചാരം എന്താണെന്നറിയാമോ? സർക്കാർ ഇത് മുഴുവൻ പരിശോധിച്ച് നല്ലതാണെന്ന് സർക്കാരിന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികൾ നടത്തുന്നത്. ഏറ്റവും നല്ലതാണ്, ഒരു കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ സർക്കാർ ഈ ആശുപത്രി നടത്തുന്നതും ഫണ്ട് അവർക്ക് കൊടുക്കുന്നതും. പിന്നെ അലോപ്പതിക്കാർ, ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചവരല്ലേ. ഏറ്റവും കൂടുതൽ പഠിച്ചതാരാണ്? നമ്മുടെയൊക്കെ ഒരു വിശ്വാസം ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി പഠിക്കുന്നത് അലോപ്പതി ഡോക്ടർമാരാണ്. ശാസ്ത്രീയം അതാണ്. നമുക്കെല്ലാവർക്കും ശാസ്ത്രീയമായത് വേണം, ഏറ്റവും നല്ലത് വേണം. അപ്പോൾ ഏറ്റവും നല്ലത്, ഏറ്റവും ഗുണമുള്ളത് ശാസ്ത്രീയമായതാണ്. പിന്നെ എന്തുമാതിരി കാശ് ചെലവാക്കിയിട്ടാണ് അവർ ഈ യന്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു വരുന്നത്. നമ്മുടെ ഒരു 1 കോടി വരെയുള്ള, 6 കോടി വരെയുള്ള, 10 കോടി വരെയുള്ള ഒരു യന്ത്രത്തിലൂടെ കയറ്റി നമ്മുടെ ഉള്ളിലുള്ള എല്ലാം കണ്ടുപിടിച്ച് തരുമ്പോൾ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കില്ലേ? അപ്പൊ അതിലൊക്കെ നമ്മൾ അന്ധമായ, അതിൽ അന്ധമെന്നല്ല, നമ്മുടെ വിചാരം ശരിയായ വിശ്വാസം, വിശ്വസിക്കാം. കാരണം ലാബ് ടെസ്റ്റ് ചെയ്യുന്നു, കണ്ടുപിടിച്ചിട്ടാണ് ചികിത്സിക്കുന്നത്. ആ മരുന്നുകളാണെങ്കിൽ പരീക്ഷിച്ച് എത്രയോ പരീക്ഷണം കഴിഞ്ഞിട്ട് സർക്കാരും കൂടെ സമ്മതിച്ചിട്ടാണ് മരുന്ന് ഇറക്കുന്നത്. എന്തെങ്കിലും കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ മരുന്ന് നിരോധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ധാരണ കിടക്കുകയാണ്. ഇത് മുഴുവൻ തട്ടിപ്പായതുകൊണ്ടാണ് ഇത്രയും പരീക്ഷണം വേണ്ടതും, ഇത്രയും നിരീക്ഷണം വേണ്ടതും, ഇത്രയും ലൈസൻസ് വെച്ചിരിക്കുന്നതും. ഈ സാധനം ഏറെ അപകടം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. ലോകത്തൊരു സർക്കാരും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരില്ല. അതാദ്യം മനസ്സിലാക്കണം. സർക്കാർ കള്ളു വെക്കുന്നത് നമ്മൾ നന്നാക്കാനാണ്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ സ്ഥിതി എത്ര മെച്ചപ്പെട്ടു, അതും അവരുടെ മദ്യവിൽപ്പനയിലൂടെ എന്ത് മാറ്റം ഉണ്ടാക്കി. ശരിക്കൊരു പഠനം നടത്തിയാൽ എന്താ ഉണ്ടാവുക? പണിയെടുത്ത് ഈ കാശ് മുഴുവൻ നിങ്ങളൊരു ബാറിന്റെ മുമ്പിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ ബിവറേജസിന്റെ മുമ്പിൽ പോയി നിൽക്കുക. ആ ക്യൂ നിന്ന് വീട്ടി പിടിച്ച് മദ്യക്കുപ്പി വാങ്ങി ലോകം ജയിച്ച മട്ടിലുകൾ വരുന്നവനുണ്ടല്ലോ. ആരാ? അധ്വാനിക്കുന്ന തൊഴിലാളികളാണ്. ഇത് കുടിച്ച് അവന്റെ കുടുംബം നശിക്കുന്നു. ആ പണം അവന് തന്നെ ഉപദ്രവമാകുന്ന രീതിയിൽ ചെലവഴിക്കപ്പെടുന്നു. നമുക്ക് ഭരിക്കാൻ കാശ് വേണം, അല്ലാതെ ഇത് കുടിച്ച ആളുകളുടെ കണ്ണിന്റെ കാഴ്ച തെളിയുന്നു, അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു,
കൂടുതൽ പണിയെടുക്കാൻ കഴിയുന്നു എന്നുള്ള ഉറപ്പിച്ച് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ മദ്യം വിൽക്കുന്നതാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ സർക്കാർ മാറി മാറി വന്നാലും അവര് ജനങ്ങൾക്കെതിരാണ്. കുത്തക മുതലാളിമാര്, കാശ് കയ്യിലുള്ളവര്, അംബാനി അഡാനിയൊക്കെ എന്ത് പറയണോ അതിനനുസരിച്ച് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവര് കസേര മറിച്ചിടും. നിങ്ങൾക്ക് അവിടെ ഇരിക്കണമെങ്കിലേ, നിങ്ങൾക്ക് മന്ത്രിയായിട്ടിരിക്കണമെങ്കിൽ, മുഖ്യമന്ത്രിയായിട്ടിരിക്കണമെങ്കിൽ, പ്രധാനമന്ത്രിയായിട്ടിരിക്കണമെങ്കിൽ ധനശക്തികൾ, മൂലധന ശക്തികൾക്ക് കണ്ണടച്ചു കൊടുക്കണം. ജനങ്ങളെ അടിച്ചൊതുക്കി വിഴിഞ്ഞം പോർട്ടെന്ന് അദാനി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ മുഴുവൻ പ്രതിഷേധിച്ചാലും അവരെ എല്ലൊടിച്ച് അത് ഏൽപ്പിച്ചു കൊടുക്കണം. അവർ ഞങ്ങൾ ഭയങ്കര വികസനം എന്നൊക്കെ പറയും. ജനങ്ങൾക്ക് വേണ്ടാത്ത വികസനം. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഒരു ഷോപ്പിംഗ് മാൾ പണിയാൻ ഒരാൾ തീരുമാനിച്ചു. അയാൾക്ക് കാശുണ്ട്, അയാൾക്ക് ഭയങ്കരമായിട്ടൊരു സ്ഥലം, കണ്ണായ സ്ഥലത്ത് നല്ല സ്ഥലമുണ്ട്. നിയമപ്രകാരം അയാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാന്ന് കരുതിയാൽ, ലുലു മോള് പണിയാന്ന് കരുതിയാൽ നടക്കൂല. നിയമപ്രകാരം പണിതാ പോരെ, കാശ് കയ്യിലുണ്ട്, എന്താ പണിയാൻ പറ്റാത്തത്? അയാൾ പ്ലാനെല്ലാം വരച്ച് അപേക്ഷ അവിടുത്തെ ലോക്കൽ ഗവൺമെന്റിന് കൊടുത്താൽ ലോക്കൽ ഗവൺമെന്റ് അത് പ്രസിദ്ധീകരിക്കും. ഇങ്ങനൊരു ഷോപ്പിംഗ് മോള് ഇന്നടുത്ത് പണിയാനായിട്ട് ഇന്ന നീക്കമുണ്ട്. അപ്പൊ അവിടെ ലോക്കാലിറ്റിയിലുള്ള 40% പേര് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊരു ഷോപ്പിംഗ് മാളിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് സർക്കാരിന് നിവേദനം കൊടുത്താൽ ഒട്ടേതമ്പുരാൻ വിചാരിച്ചാൽ പോലും അതോടെ പണിയാൻ പറ്റില്ല.